അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാവരും പരിശുദ്ധമായ റമദാനിൻ്റെ അവസാന ദിനങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. പരിശുദ്ധമായ റമദാനിൻ്റെ ഓരോ സുന്ദരമായ നിമിഷങ്ങളും അൽഹംദുലില്ലാഹ് എല്ലാവരും ഉപയോഗപ്പെടുത്തുകയാണ്. പടച്ച തമ്പുരാനിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന സമയങ്ങളാണ്. ആ സമയത്ത് എല്ലാവരും പരിശുദ്ധമായ പെരുന്നാളിനെ കാത്തു നിൽക്കുന്ന ഒരു സമയം കൂടെയാണ് ഇത്. വിശുദ്ധമായ പെരുന്നാളിലേക്ക് വസ്ത്രമെടുത്തും മറ്റുമൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മരണം ഏത് സമയത്താണ്, എങ്ങനെയാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഏത് സമയത്തും നമ്മൾ മരിക്കും എന്നുള്ള ചിന്തയോടുകൂടെ നമ്മൾ ജീവിക്കണം. അള്ളാഹിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി മരണത്തെക്കുറിച്ച് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ മരണത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മോട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിച്ച് വളർത്തിയ നമ്മുടെ മക്കൾ, വളരെയധികം താലോലിച്ച് നമ്മൾ വളർത്തുന്നത്, എല്ലാം കൊടുത്ത് വളർത്തുന്നത്, ഒരു സമയമെത്തുമ്പോൾ നമ്മളൊന്ന് കിടക്കുമ്പോൾ നമുക്കൊരു പ്രയാസം വരുമ്പോൾ അവർ നമ്മുടെ കൂടെയുണ്ടാകും എന്ന് വിചാരിച്ചു കൊണ്ടാണ്. എപ്പോഴും അവരുടെ ആഫിയത്തിനും അവിടെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ് ഓരോ മാതാപിതാക്കളും കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് എന്ത് സംഭവിച്ചാലും നമുക്കത് വല്ലാത്ത വേദനയായിരിക്കും, നമുക്ക് താങ്ങാൻ കഴിയാത്ത പ്രയാസമായിരിക്കും. സ്വന്തം ശരീരത്തിന് വരുന്നതിനേക്കാളും നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേദന വരുന്നത്. ഈ സമയത്താണ് എൻ്റെ പ്രിയമുള്ളവരെ, പട്ടാമ്പിയിൽ, മേലെ പട്ടാമ്പിയിൽ ജാസിം റിയാസ് എന്ന് പറയുന്ന 15 വയസ്സുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊന്നുമോനാണ് കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് കയറിയതാണ്. അവിടെ ഷോക്കേറ്റ്, ഉള്ളിൽ നിന്ന് ഷോക്കേറ്റ് ആ പൊന്നുമോൻ ദാരുണമായി മരണപ്പെട്ടു. കുടുംബങ്ങൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും തന്നെ അവിടെ നിന്ന് ജീവൻ തിരിച്ചു കിട്ടിയില്ല. അള്ളാഹിൻ്റെ വിധി അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇന്ന് അവിടെ സമാധാനിക്കാനേ നമ്മളെ കൊണ്ട് കഴിയുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, പഠിക്കാനും എല്ലാ കാര്യങ്ങൾക്കൊക്കെ നല്ല മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു. അല്ലാഹു തആല പൊന്നുമോൻ്റെ ബർസഖിയായ ജീവിതം അല്ലാഹു തആല സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. അല്ലാഹു തആല ഖബർ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതം അങ്ങനെയാണ്. ഏത് സമയത്താണ് നമ്മിലേക്ക് മരണം അടുക്കുന്നത് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് ഒരാളെ കൊണ്ടും കഴിയില്ല. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുക. നമ്മുടെ മക്കളെ നമ്മളോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നു എന്നതിനൊരു കാഴ്ചപ്പാട് അത് നമുക്കുണ്ടായിരിക്കണം. എല്ലാവരുടെയും മരണം അടുത്ത അള്ളാഹിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അല്ലാഹു തആല പഠിപ്പിച്ചതായിട്ട് പറഞ്ഞതായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്, നിൻ്റെ ചെരുപ്പിൻ്റെ വാറ് നിന്നോട് എത്രത്തോളം അടുത്തിട്ടുണ്ടോ അതുപോലെ നിന്നോട് മരണം അടുത്തിട്ടുണ്ട് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഈ ചെറിയ ചെറിയ കുട്ടികൾ മരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, മനുഷ്യന് എത്രയേ ആയുസ്സുള്ളൂ എന്നുള്ളത്. ഏത് സമയത്തും മരിക്കാം. അതിന് 15 വയസ്സെന്നോ 1 വയസ്സെന്നോ 2 വയസ്സെന്നോ അല്ലെങ്കിൽ 60ഓ 70ഓ എത്ര കണക്കില്ല. ഏത് സമയത്തും നമ്മൾ മരണപ്പെടുമെന്നുള്ളൊരു ചിന്തയോടുകൂടെ വേണം ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കാൻ. അവനിക്ക് നാളെ അള്ളാഹിൻ്റെ മുമ്പിൽ വിജയിക്കാൻ കഴിയുള്ളൂ. ദുനിയാവിനെ മാത്രം ഇഷ്ടപ്പെട്ട് ദുനിയാവിൻ്റെ ആഡംബരങ്ങളെ മാത്രം അറിഞ്ഞുകൊണ്ട് ഒരാൾ നടക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഇരുലോകവും പരാജയപ്പെട്ടു പോകുമെന്ന് നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തണം. ചെറിയ കുട്ടികൾ മരിക്കുമ്പോൾ, ആക്സിഡൻറ്റുകൾ സംഭവിക്കുമ്പോൾ, പകർച്ചവ്യാധികൾ വരുമ്പോൾ, ഇതിലൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ചെറിയ മക്കൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, പടച്ചോനെ ഞാനും എപ്പോഴാണ് മരിക്കുക, ഞാനും മരിക്കുമല്ലോ, ചിലപ്പോൾ പെട്ടെന്ന് ഞാനും മരിക്കുമല്ലോ എന്നുള്ളൊരു ബോധം എൻ്റെ ഹൃദയത്തിൽ വേണം, നിങ്ങളുടെ ഹൃദയത്തിൽ വേണം. മുതിർന്ന ആളുകൾ മരിച്ചാൽ, പടച്ചോനെ ഒരുപാട് ആയുസ് പടച്ചോനെ നീ അവർക്ക് കൊടുത്തല്ലോ, അല്ലേ, ഒരുപാട് സമയം നീ അവർക്ക് കൊടുത്തല്ലോ, അതിലൊക്കെ നന്മ ചെയ്യാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞല്ലോ, എനിക്കെത്രക്ക് കഴിയും ആലോചിക്കണം. നമ്മൾ ചെറിയ മക്കൾ നമ്മൾ മനസ്സിലാക്കണം, പടച്ചോനെ അവർക്ക് ഇത്ര കിട്ടിയിട്ടുള്ളൂ, എനിക്ക് കിട്ടിയില്ല, അൽഹംദുലില്ലാഹ് പറയണം അള്ളാഹിനോട്. ഇതൊക്കെ നമ്മൾ അതിൽ ചിന്തിക്കേണ്ടതാണ്. അതാണ് അള്ളാഹിൻ്റെ വിശുദ്ധ ഖുർആൻ എപ്പോഴും നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്, അഫലാ തഅഖിലൂൻ അഫലാ തതദബ്ബറൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് അള്ളാഹിൻ്റെ വിശുദ്ധ ഖുർആൻ എടുത്ത് നോക്കിയാൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അത് പറയുന്നത് വെറുതെയല്ല. അള്ളാഹിൻ്റെ ഓരോ ദുനിയാവിൽ നടക്കുന്ന അത്ഭുതങ്ങളാണ്. അള്ളാഹിൻ്റെ ഈ ദുനിയാവിൽ നടക്കുന്ന പലതും അത്ഭുതങ്ങളാണ്. അതിലൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ചിന്തിക്കാനുണ്ട് എന്നതാണ്.
അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.